ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ വീഴ്ത്താനാകുമെന്ന് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടിയിരുന്നത് കൂടുതൽ സീറ്റുകളുള്ള ചില പ്രധാന സംസ്ഥാനങ്ങളിൽ മിന്നുന്ന പ്രകടനം നടത്താനാകും എന്ന പ്രതീക്ഷയോടെയാണ്. അത് ശരിവെച്ചുകൊണ്ട് രണ്ടു സംസ്ഥാനങ്ങളിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. അതിലൊന്ന് കർണാടകയാണ്. ആദ്യ ഘട്ടങ്ങളിലായി അവിടുത്തെ പോളിംഗ് അവസാനിച്ചു. അവിടെ BJPക്ക് വലിയ തിരിച്ചടി ഏൽക്കുമെന്ന് പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നു. രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലും 5 ഘട്ടങ്ങളിലായി പോളിംഗ് അവസാനിച്ചു. ആ 48 സീറ്റുകളിൽ കഴിഞ്ഞ തവണ ശിവസേനയോടൊപ്പം 41 സീറ്റുകളും നേടിയ BJPക്ക് ഇത്തവണ ഒറ്റയ്ക്ക് 2 അക്കം കടക്കാനാകാത്ത ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് മഹാരാഷ്ട്രയിലെ പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. BJPയുടെ ബൂത്തുതല ആഭ്യന്തര കണക്കെടുപ്പിലും അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. 2 അക്കം കടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന നിലയിലാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ അവസ്ഥ. ഇപ്പോൾ നിരവധി പോസ്റ്റ് പോൾ റിപ്പോർട്ടുകൾ മഹാരാഷ്ട്രയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അതിലെല്ലാം 2 അക്കം കടക്കാൻ BJPയും NDAയും ബുദ്ധിമുട്ടും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ് പോൾ അനാലിസിസുകളിലോ BJPയുടെ ആഭ്യന്തര സർവേയിലോ ശരത് പവാറിനെ ചതിച്ച് BJPയോടൊപ്പം ചേർന്ന അജിത് പവാറിൻ്റെ NCPക്ക് 1 സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പ്രവചിക്കുന്നത്. 4 സീറ്റിലാണ് അവർ ആകെ മത്സരിക്കുന്നത്. 48-ൽ 4 എണ്ണം. അതിൽ 1 എണ്ണം പോലും ജയിക്കാനാകില്ല എന്നാണ് എല്ലാ കണക്കുകൂട്ടലുകളും പറയുന്നത്. അതാണ് ഒരു കോമൺ ഫാക്ടർ. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും സെഫോളജിസ്റ്റുകളും പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോഴും അജിത് പവാറിന് സീറ്റൊന്നും കിട്ടില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു. BJPയുടെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് സംഘി അനുകൂല രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോഴും BJPക്ക് 15 കടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമില്ല എന്നതാണ് അവസ്ഥ. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് 3 പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളാണ്. അതിൽ ഒരെണ്ണത്തിൽ BJPക്ക് 9 സീറ്റ്, ശിവസേനയ്ക്ക് 2 സീറ്റ്, അജിത് പവാർ വിഭാഗത്തിന് സീറ്റില്ല. അങ്ങനെ NDAക്ക് 11 സീറ്റുകളെ പ്രവചിക്കുന്നുള്ളൂ. മറുവശത്ത് മഹാവികാസ് അഘാഡിക്ക്, ഇന്ത്യ സഖ്യത്തിന് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 16 സീറ്റ്, കോൺഗ്രസിന് 11 സീറ്റ്, ശരത് പവാറിൻ്റെ NCPക്ക് 8 സീറ്റ്, അങ്ങനെ 35. 2 എണ്ണം മറ്റുള്ളവർ നേടും എന്നുള്ളതാണ്. 2 ഇടങ്ങളിൽ മൂന്നാം കക്ഷികൾ ജയിക്കാനുള്ള സാധ്യത മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോസ്റ്റ് പോൾ റിപ്പോർട്ടാണ് ഇവർ നൽകുന്നത്. മറ്റൊന്നിൽ BJPക്ക് 8 സീറ്റും ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് 1 സീറ്റുമാണ് പ്രവചിക്കുന്നത്. അതായത് 9 സീറ്റ്. 2 അക്കം NDA മൊത്തത്തിൽ കടക്കില്ല എന്ന്. അവിടെയും കോൺഗ്രസിന് പക്ഷേ 11 സീറ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് പോൾ റിപ്പോർട്ടിലും 11 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. ഉദ്ധവിൻ്റെ ശിവസേനയ്ക്ക് ഈ റിപ്പോർട്ട് പ്രകാരം 19 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. അവർ 21 സീറ്റിലാണ് മത്സരിക്കുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതിനകത്ത് 16, ഇവിടെ 3 സീറ്റുകൾ അധികം പറയുന്നു. 19 എണ്ണം വരെ ജയിക്കും എന്നുള്ളതാണ്. ശരത് പവാർ വിഭാഗത്തിന് 8 സീറ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് കോൺഗ്രസിനും ശരത് പവാർ വിഭാഗത്തിനും ഈ 2 പോസ്റ്റ് പോൾ അനാലിസിസുകളിലും ഒരേപോലെ തന്നെയാണ് സീറ്റുകൾ നൽകുന്നത്. കോൺഗ്രസിന് 11, ശരത് പവാറിന് 8. ഉദ്ധവിൻ്റെ ശിവസേനയ്ക്ക് ഒരിടത്ത് 16 പറയുന്നു, മറ്റൊരിടത്ത് 19 പറയുന്നു. വേറൊരു പോസ്റ്റ് പോൾ അനാലിസിസിലും സമാനമായി തന്നെയാണ് കാര്യങ്ങൾ. സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ BJPക്ക് 10 സീറ്റിനപ്പുറം അവരും പറയുന്നില്ല. ഇപ്പോൾ പൊതുവായി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ BJPക്ക് അനുകൂലമായി മാറിയേക്കാവുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ഈ പോസ്റ്റ് പോൾ അനാലിസിസുകളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അത് നാഗ്പൂർ, സ്വാഭാവികമായി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന സീറ്റാണ്. അവിടെ BJP ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഗേല, നന്ദുർബാർ, റാവേർ, ജൽന, ഡിൻഡോറ, മുംബൈ നോർത്ത്, മുംബൈ സൗത്ത് സെൻട്രൽ, ഇത്രയുമാണ് BJPക്ക് ഉറപ്പായും ജയിക്കാൻ സാധിക്കുമെന്ന് ഈ പറയുന്ന പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളിലെല്ലാം സൂചന നൽകുന്നത്. ചില പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളിൽ BJPക്ക് ഈ ജൽഗൌണിൽ കൂടി വിജയിക്കാനാകും എന്ന ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ BJPക്ക് പരമാവധി 10-11 സീറ്റുകൾ നേടാനുള്ള ഒരവസ്ഥ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിന് എല്ലാവരും ഏകദേശം 11 സീറ്റുകൾ പറയുന്നുണ്ട്. ചില സംഘപരിവാർ അനുകൂല രാഷ്ട്രീയ നിരീക്ഷകർ പോലും കോൺഗ്രസിന് ചുരുങ്ങിയത് 8 സീറ്റുകൾ അവിടെ നേടാനാകും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാണ്. അവിടെ കോൺഗ്രസ് 1-ൽ നിന്ന് 8-ലേക്ക് ഉയരാൻ പോകുന്നു. നേരത്തെ BJPയോടൊപ്പം ഉണ്ടായിരുന്ന ശിവസേന 2ആയി പിളർന്ന് അതിലെ ശക്തമായ വിഭാഗം
ഇന്ത്യ സഖ്യത്തിനോടൊപ്പമാണ്. അവർ അവിടെ മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ പോകുന്നു. ആ യാഥാർത്ഥ്യമാണ് ബി ജെ പിയെ ഞെട്ടിക്കുന്നത്. ബി ജെ പിയുടെ ബൂത്ത് തല കണക്കെടുപ്പിലും ഈ പറയുന്ന ഷിൻഡെയുടെ ശിവസേനയ്ക്കോ അജിത് പവാറിൻ്റെ NCPക്കോ വോട്ടുകൾ ഈ സഖ്യത്തിന് അനുകൂലമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ്. വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല. ശിവസേനയെ പിളർത്തിയതും ശരത് പവാറിൻ്റെ NCPയെ പിളർത്തിയതുമൊക്കെ വോട്ടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ. തൽക്കാലം അധികാരത്തിലിരിക്കുക എന്നുള്ളതിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നത് ലക്ഷ്യമായിരുന്നു. പക്ഷേ അത് സാധ്യമാകാത്ത സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടെ BJPയുടെ ബൂത്ത് തല കണക്കുകളും. അപ്പോൾ എല്ലാ പോസ്റ്റ് പോൾ അനാലിസിസുകളും ഒരേ ദിശയിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. കർണാടകയേതുപോലെ ഇന്ത്യ സഖ്യം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മറ്റൊരു സംസ്ഥാനത്തും അവർക്ക് അനുകൂലമായ വികാരമാണ് നിലനിൽക്കുന്നത് എന്ന് പോസ്റ്റ് പോൾ അനാലിസിസുകൾ വ്യക്തമാക്കുന്നു, ബൂത്ത് തല കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇനി ഇന്ത്യ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരിടം ബീഹാറാണ്. ആ ബീഹാറിൽ എന്തായാലും അവസാന ഘട്ടത്തിലെ പോളിംഗ് അവസാനിക്കൂ എന്നുള്ളത് കൊണ്ട് പോസ്റ്റ് പോൾ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിനുശേഷം മാത്രം നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന രണ്ടു സംസ്ഥാനങ്ങൾ അവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ഇന്ത്യ സഖ്യത്തിന് ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് മോദിയെ വീഴ്ത്താനാകും എന്ന കാര്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ നിശ്ചയിച്ച അജണ്ടകൾക്ക് പിന്നാലെ പായുക മാത്രമായിരുന്നു പ്രചരണ രംഗത്ത് മോദിയും BJP നേതാക്കളും ചെയ്തത്. അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ അതിന് മറുപടി പറയാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദിയുടെയും BJP നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ ഭൂരിഭാഗം സമയവും മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥ. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരെടുത്ത് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നതുപോലും അതിനുദാഹരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നേതാക്കന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഡയലോഗുകൾ അണികൾക്കിടയിൽ വലിയ തരംഗമായി മാറാറുണ്ട്. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പോളിംഗിന് ശേഷം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ മുന്നോട്ട് വച്ച ഒരു വാചകം അത് വല്ലാതെ തരംഗമായി മാറിയപ്പോൾ നരേന്ദ്രമോദിക്കും അതിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണെങ്കിലും അതിനെ അതുപോലെ ഏറ്റെടുക്കേണ്ടി വന്നു. നമ്മൾ ഈ പ്രസംഗങ്ങൾക്കിടയിൽ മൈതാനങ്ങളെ തീ പിടിപ്പിക്കുന്ന പ്രസംഗം, പുൽനാമ്പുകളെ പോലും പുളകം കൊള്ളിക്കുന്ന പ്രസംഗം എന്നൊക്കെ പറയാറില്ലേ? ചില വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആവേശഭരിതരായി പറഞ്ഞു പോകുന്ന കാര്യമാണ്. അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാസ് നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പോലും ആ വാക്കുകളിൽ കയറി പിടിച്ച് അതിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്.